നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കൂട്ടിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഓഡിയൻസിനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങൾ, ഉല്ലാസ് പന്തളം ആൻഡ് ബിനു അടിമാലി. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം കോമഡി മസാലയുടെ ഇന്നത്തെ കിടിലനാവാൻ പോകുന്ന എപ്പിസോഡിലേക്ക്. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു രസികൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ടീം കോമഡി കിങ്സ്. അയ്യോ, വിശ്രമിക്കാൻ പറഞ്ഞല്ല, ഞാൻ പലരെ വിളിച്ചല്ലേ. നാളെ റിപ്പബ്ലിക് ഡേക്കുള്ള മാർച്ചാണ്. 4 വാക്കും തെറിച്ചു പോണത്. ഇതെന്താ സംഭവം? സല്യൂട്ട്. ഇത് സല്യൂട്ടാണെന്ന് മനസ്സിലായി, ഇത് മനസ്സിലായില്ല. സാറിന്റെ അടുത്തുള്ള ബഹുമാനം കൊണ്ട് അണ്ണം കയറ്റി തന്നണ്ടല്ലേ സാറേ. എന്താ സാറ് ഈ പൊക്കം കുറഞ്ഞ് എങ്ങോട്ട് പോണത്? ഭൂമി തുറന്നങ്ങ് പോവൂ. കളിയാക്കിയാണ് ഏതാ ഈ കൊച്ചു പ്രേമനെയും ശ്രീനിവാസനെയൊക്കെ പോലീസ് ആറ്റും SI ആറ്റൊക്കെ ജനം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അംഗീകരിച്ചേ പറ്റൂ. അത്ര. ഹലോ ഹലോ. ആ സാറേ, റെയിൽവേ സ്റ്റേഷനല്ലേ? റെയിൽവേ സ്റ്റേഷനല്ലേ? ഇത് പോലീസ് സ്റ്റേഷനാണ്. ചുമ്മാ കള്ളം പറയല്ലേ സാറേ, റെയിൽവേ സ്റ്റേഷൻ. അയ്യോ, എന്റെ അമ്മയാണ് എന്റെ കുഞ്ഞമ്മയാണ് ഇത് പോലീസ് സ്റ്റേഷന്. ചുമ്മാ സാറേ, ഇത് റെയിൽവേ സ്റ്റേഷൻ, എനിക്കറിയാലോ. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണെന്ന്. ഇതിന്ന് 6ാമത്തെ കോളാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു. തന്നെ അങ്ങനെ പിന്നെ ഒരു പണി കൊടുക്കണം. ഹലോ. ആ സാറേ, എന്താ കാര്യം? ആ സാറേ, നേത്രാവതി എക്സ്പ്രസ് ഒന്ന് പോയാൽ നോക്കണം. ആ ഒരു സെക്കൻഡേ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഇവനൊക്കെ വേറെ മണ്ടന്മാര് തന്നെ. പിന്നെ ബിസി ഈ ഫോൺ വന്നപ്പോൾ വേറൊരു കാര്യം. എനിക്ക് ഇന്നലെ ഈ ഫോൺ ഒരു അബദ്ധം പറ്റി. അതായത് എനിക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടല്ലോ, അറിയാലോ. ഞാൻ എന്നാൾ ഉച്ചയ്ക്ക് ഈ ഫോണിൽ നിന്ന് അവളെ വിളിച്ചായിരുന്നു. ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ണാൻ വരുമെന്ന് പറയാൻ വേണ്ടി. പക്ഷെ നമ്പർ മാറിപ്പോയി. എന്റെ സ്വന്തം വീട്ടിലേക്കാണ് വിളിച്ചത്. എന്റെ ഭാര്യയല്ലേ ഫോൺ എടുത്ത് തലനാരിഴക്കല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ഫോൺ എടുത്തിട്ട് പറയാണ്, എടി ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉണ്ണാൻ വരുന്നത്. പെട്ടെന്ന് അവള് പറയാ, വേണ്ട ഉച്ചയ്ക്ക് ചേട്ടൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വരുമെന്ന്. അയ്യോ, ഒന്നും പറയണ്ട. എന്താ സാറേ, നമ്മളെ ഈ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ അങ്ങോട്ട് പോയി. ഒരാള് പാറാ പോയി, രണ്ടുപേരും ചായ പിടിക്കാൻ പോയി, ഒരാള് ബാക്കിൽ GD എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ 212 112 കൂട്ടിക്കൊണ്ടോ. ആ 212 112 കൂട്ടിക്കൊണ്ട് വാ. ഓക്കെ സാർ. എവിടെയായിരുന്നു? കൗൺസിൽ വരുന്നു. പിടിയിട്ട പുള്ളിയല്ലേ സാറേ? നമ്മുടെ സ്റ്റേഷനകത്ത് തന്നെ 10-15 കേസ് അവന്റെ പേരിലുണ്ട് സാറേ. ഇവൻ ചന്തക്കകത്ത് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും മരിച്ചിന് വിളവാരെടുത്ത് ഓടി. ഞാൻ വെറുതെ വിടൂല. ഞാൻ ഇവന്റെ പുറകെ ഓടി 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 ഒരു തെങ്ങിൻ പുരയിടത്തിന്റെ അടുത്തെത്തിയപ്പം ദാടക്കണി രണ്ടുപേരും കൂടെ. അവസാനം ഞാൻ എന്ത് ചെയ്തെന്നാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് ഊരുണ്ട് പെരണ്ട് മറിഞ്ഞ് അരമണിക്കൂർ മൽപ്പിടുത്തതിന് ശേഷം ഞാൻ അവനെ കീഴ്പ്പെടുത്തി സാറേ. ഭാഗ്യവാനേ, പുണ്യ ജന്മോടാ നിന്റെ സമയം. അരമണിക്കൂർ പ്രതിയെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിക്കണം. എന്നെ കീഴ്പ്പെടുത്തിയൊന്നുമല്ല, പിന്നെ ഞാൻ കീഴടങ്ങി കൊടുത്തല്ലേ. ഇനിയും വേണോ സാറല്ല. അങ്ങ് സുഖിച്ച് കേറുന്നുണ്ടല്ലേ. ചെന്നിടാ പോടാ. മ്യൂസിയം വെച്ച് എന്നെ കൊച്ചാക്കാൻ വേണ്ടിട്ട്. സാറ് നേരത്തെ പറഞ്ഞില്ലേ 122 222 344 കണക്കൊക്കെ ശാലം വീക്കാണ്. രണ്ടുപേരെ സഹായം കൊണ്ടാണ് എഴുതിയെടുത്തോണ്ട് വന്നത്. പിന്നെ അടുത്ത സ്കൂളിൽ സയൻസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, തെറ്റില്ലെന്നാണ് എന്റെ ധാരണ.
എന്റെ പൊന്ന് മനസ്സെ, ഞാൻ ഇതെന്ത് ചെയ്യാനാണ്? ഞാൻ കണക്കിട്ട് തന്നതല്ല കൂട്ടിക്കൊണ്ട് വരാൻ. ഞാൻ പോലീസ് സോമശേഖരനെയും രഘുറാമിനെയും കൂട്ടിക്കൊണ്ട് വരാൻ അവരെ നമ്പറാണ് പറഞ്ഞു വെച്ചത്. എന്റെ പൊന്ന് ഭൂലോകത്തിന്റെ സ്പന്ദനമേ, A+B² ചീത്ത വിളിച്ചല്ലേ. കഷ്ടങ്ങള് ഇതിനെയൊക്കെ കൊണ്ടാണ് ഞാൻ PC, കിടക്കോ പോ സാറേ. അടിക്കൂ അടിക്കൂ ഡ്യൂട്ടി അടിക്കൂ. സാറ് സീരിയസ് ആയിട്ടാണ്? സീരിയസ് ആയിട്ട് ഞാൻ അടിക്കും, ഉഗ്രാടിയല്ലേ തന്നെ. ഇതൊക്കെ പറയണ്ട നേരത്തെ. എന്റെ പൊന്നെ, ഞാൻ അറിഞ്ഞ സാറ് ഇതിന്റെ ആളാണല്ലേ. തൊപ്പിയൊക്കെ ഒരു 90 നമുക്ക് അടിക്കുക. എന്തിന് അടിക്കും. ഈ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ? തനിക്ക് അടിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ഇത് അവന്റെ മീശ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്ന 2 അടി അവനിട്ട് അടിച്ചോടും. ചെല്ലു, ഓടിച്ചെല്ലും. ആവശ്യമില്ല എന്നെ കൊണ്ട് ഗ്ലാസ് അടിപ്പിച്ചവനെ. എന്നെ എടുക്കുമ്പോ അടിക്കുന്നത് വേണ്ട. എന്റെ കൊണ്ട് ഒരു പരാതി. പരാതിയും കൊണ്ടാണ് നീ വന്നത്? ഈ ഇവന്റെ പരാതി. ഇവനെന്തോന്ന് പരാതി? അവന്റെ പരാതി കൊള്ളാം മനജെ, ഇവന്റെ പരാതി കണ്ട. എടാ ഗുണ്ടേ, 4 ഭവന വേതനം, 25 അടിക്കേസ്, ഇവിടെ തന്നെ 15 കേസ്, ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 300 ദിവസവും ജയിലിൽ കിടക്കുന്ന ഇവന്റെ പരാതി കണ്ട. എന്താ സാറേ പരാതി? ഇവനെ രാത്രി 12 മണിക്ക് ശേഷം ആരോ ഇരട്ടപ്പേര് വിളിച്ച് ശല്യം ചെയ്യുന്നെന്ന്. നിന്റെ ഇരട്ടപ്പേരെന്തോന്ന്? നിന്റെ ഇരട്ടപ്പേരെന്തോന്ന്? മഞ്ഞക്കിളി. മുഖത്ത് ഒരു ഡബിൾ വീശി വെച്ചിട്ട് മഞ്ഞ കിളിയെന്ന്. എടാ, നിന്റെ ശരീരത്തിന് പറ്റിയ പേര്. അയ്യോ അയ്യോ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് വേണ്ട. വീട്ടിൽ നിന്ന് വെളിയിറങ്ങി കിടക്കാൻ നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് വെളിയിറങ്ങി ജംഗ്ഷനിലോട്ട് വരുമ്പോ പയ്യന്മാർ പാട്ട് പാടിയാണ് കളിയാക്കണത്. പാട്ടാ? ഓ, എന്താ പാട്ട്? പോകാലോ പോകാലോ മഞ്ഞക്കാട്ടില് പോകാലോ, മഞ്ഞക്കാട്ടില് പോയാലോ മഞ്ഞക്കിളിയെ പിടിക്കാലോ. മഞ്ഞക്കിളിയെ പിടിച്ചാലോ, പപ്പം കൂടെ പറിക്കാലോ, പപ്പം കൂടെ പറിച്ചാലോ, എണ്ണയിലിട്ട് വറുക്കാലോ, എണ്ണയിലിട്ട് വറുത്താലോ, കള്ളും കുട്ടി അടിക്കാലോ. കള്ളും കുട്ടി അടി ഭയങ്കര കോമ്പിനേഷൻ ആണ്. പക്ഷെ ഇതിനെ എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഒരുപാടുണ്ടോ തിന്നാൻ? ചരിഞ്ഞോടം തിന്നാം. ഇതിനെ ഇട്ട് വറുക്കാനുള്ള ചട്ടി എവിടെ കിട്ടും എന്റെ സാറേ? നമുക്ക് വാടകയ്ക്ക് എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ചിരിച്ച് ചാവും. ഞാനേ റൗണ്ട്സിന് പോയിട്ട് വരാം. റൗണ്ട്സിന് വനജേ, ഈ റൗണ്ട്സിന് പോകുമ്പോൾ ഒരു കാര്യം, ഈ ആൾക്കാരുടെ അടുത്തൊക്കെ ഇച്ചിരി സൗഹൃദപരമായിട്ട് വേണം ഒന്ന് ഇടപെടാൻ വേണ്ടി. സൗഹൃദപരമായിട്ട് ഇടപെടണം അല്ലേ ഞാൻ? എന്നിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവന്മാർ എന്റെ വാട്സപ്പ് നമ്പറും മൊബൈൽ നമ്പറും ചോദിച്ചിട്ട് കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാൻ. പോ സാറേ അവിടെ നിന്ന്. വേണ്ട വേണ്ട വേണ്ട, ഇതിനകത്തുള്ള സൗഹൃദം മതി. പോയിട്ടോ 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 പോയിട്ടോ. എൻ്റെ അപ്പോലും. ഹലോ, വല്ല പാട്ടി. എടാ നീ ആടാ? എടാ, ഇവർ SI അടുത്താണ് സംസാരിക്കുന്ന ബോധം വേണം. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞാൽ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. ഇനിയും മേലെ എൻ്റെ ഫോണിലേക്ക് നിന്റെ കോള് വന്നാൽ കട്ട് ചെയ്ത്. ആര് സാറേ സംഭവം തോന്നുന്നു? എന്നും പറയണ്ട എന്നെ പൊന്ന് PC. ഇത് ഏവനോ ഒരുത്ത എൻ്റെ ഫോൺ നമ്പർ ഏതോ ബസ് സ്റ്റാൻഡിൽ ബാത്റൂമിനകത്ത് എഴുതിയിട്ടിട്ട് അതിൻ്റെ കൂട്ടത്ത് സുമതി എന്ന് എഴുതി വെച്ച്. എന്നിട്ട് ഇപ്പം രാത്രി ആകുമ്പോൾ ഓരോരുത്തന്മാർ ഫോണിൽ വിളിച്ചിട്ട് രാത്രി വരണ, സിനിമയ്ക്ക് പോവാം, റൂം എടുക്കാം എന്നൊക്കെ പറയണെന്നേ. ഒരു നിവർത്തിയിൽ ഇതെല്ലാം പോട്ട് ഇന്ന് രാവിലെ ഒരു കോള്, സുമതി ഇറക്ക തമിഴ്. ഓ, തമിഴ് പോട്ടെന്ന് നോക്കിയാ. അത് കഴിഞ്ഞവൻ വേറൊരു കോള്, സുമതി ഗുജറാത്തിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഹിന്ദിക്കാരന്മാര്. സാറിന്റെ നമ്പർ ഗുജറാത്തിലെത്തിയത് എങ്ങനെ? ഏതോ ട്രെയിനിന്റെ ബാത്റൂമിനകത്ത് എഴുതിയിട്ട് ഏതോ ഭ്രാന്തായി. ഇപ്പൊ പറഞ്ഞിട്ടില്ല, ഒരു നിവർത്തിയില്ല. രാത്രി ആകുമ്പോ എന്റെ വീട്ടിൽ ഭയങ്കര കലിപ്പ് ഇത് കാരണം. മോശം മോശം മോശം. സത്യം. സിമ്മ് ഗുജറാത്തിലേക്ക് വരണം. എനിക്ക് മെമ്പറെ ഒന്ന് വിളിക്കണം. അങ്ങനെ എന്നെ ജാമ്യത്തിറക്കം മെമ്പറെ ഒന്ന് വിളിക്കണം. എന്നാ നീ ലാൻഡ് ഫോണിൽ നിന്ന് വിളി. ഹലോ ഹലോ, മെമ്പറല്ലേ? അതെ മെമ്പറാണ്. മെമ്പറെ ഞാൻ ആര്? ഷിബു. ഏതാ ഷിബു? ജംഗ്ഷനിലുള്ള ഷിബുവേ. ജംഗ്ഷനിൽ ഇപ്പൊ 3-4 ഷിബു ഉണ്ട്. അതിലേ ഷിബു? നേരെ പേര് പറഞ്ഞു. മറ്റേ കുഞ്ചു ബേക്കറിന്റെ അടുത്തുള്ള ഷിബുവേ. ഇവിടെ കുഞ്ചു ബേക്കറി 2 ഷിബു. അല്ല, അത് കൃത്യമായിട്ട് പറയാ ഷിബു. നമ്മളെ സുകുമാരനായ മോ ഷിബു. ഇവിടെ വാർഡിലൊരു 4 സുകുമാരനായരുണ്ട്. അത് അതിലേ ഷിബു? മെമ്പറെ മറ്റേ ഇരട്ടപ്പേരുള്ള ഷിബുവേ. അതിന്റെ നേരിട്ട പേര് പറഞ്ഞാണ്. മറ്റേ പക്ഷിയുടെ പേര്. ഇവിടെ കഴുകൻ ഷിബുവാടാ. അയ്യോ, കഴിയ ഷിബു അല്ല. പിന്നെ ഷിബു? മറ്റേ കാക്ക ഷിബു. കാക്ക ഷിബു അല്ലെന്ന്. പിന്നെ ആ ഷിബുടെ മഞ്ഞക്കിളി ഷിബു. മഞ്ഞക്കിളി ഷിബു നീയാടാ? എന്താ കാര്യം? എന്നാ പോലീസ് നോക്കി. SI ഒന്ന് വിളിക്കൂ. വിളിക്കാം. നമ്പർ പറ. 81 290 160 ഓക്കെ ഓക്കെ. ശരി ശരി.
ഇവിടെ മഞ്ഞക്കിളി നീ ചിരിപ്പിക്കാതെ അവിടെ എവിടെയെങ്കിലും ചെന്ന് പോ. അല്ല സാറേ, സംഭവം ശരി തന്നെ. എന്താ ഇത്? ഇവ ഇപ്പം പറഞ്ഞു കൊടുത്തത് സാറിന്റെ നമ്പറല്ലേ പറഞ്ഞു കൊടുത്തത്? എന്റെ നമ്പരാ? സാറിന്റെ നമ്പർ പറഞ്ഞാലോ ശരിയാണല്ലോ. എടാ എന്റെ ഫോൺ നമ്പർ എങ്ങനെയാണെന്ന് നിനക്കറിയാം? അതാ തമ്പാനൊരു ബാത്റൂമിൻ്റെ അകത്ത് നിന്ന് കിട്ടിയത്. ഞാനല്ലേ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ സാറിനെ സുമതിയല്ലേ എന്ന് വിളിച്ചോണ്ടിരുന്നത്. എടാ പന്നപ്പട്ടി, അപ്പൊ നീയാണല്ലേ എന്നെ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് വിളിച്ചത്? കൊല്ലൂടാ പൊണ്ണത്തടിയാ നിന്നെ കാലവാരി പറ്റി. എന്താ സാറേ? ഫീസോ? സാർ പോ സാർ, രാവിലെ വീണ്ടും തുടങ്ങി. അയ്യോ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. എന്താ ഫീസോ? ഞാൻ ഇല്ല സാറിനെ, സാർ ചുമ്മാ ഇരിക്കണം, കളിക്കാൻ ഞാൻ ഇല്ല. ഈ കളിയായിട്ട് പറഞ്ഞല്ല, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചത്. വീശോ? സീരിയസ് ആയിട്ട് തന്നെ. ഓ ഒക്കെ പറയണ്ട്, നല്ല രീതിക്ക് വീശണം. എന്റെ അടുത്താണ് വീണ്ടും ക്ലാസ്സിന് വർക്ക് വന്ന് ഓടി വരും 90. ഇതെന്തിന് വീശായി? ഇങ്ങോട്ട് വീശുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഇതിന്റെ മാന്യത കളയരുത്. കറണ്ട് പോയിട്ട് 1 മണിക്കൂറായി, ഫാൻ കറങ്ങുന്നില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിട്ട് ശകലം ഒന്ന് വീശുത്താ. നല്ലവണ്ണം വീശണം വീശുമ്പോ. പിന്നെ ഓർമ്മിച്ച് വെച്ചോ, രാവിലെ 2-3 മണിയായി. നമ്മളും തിരിച്ചു തരും കേട്ടോ. ഓർമ്മിച്ച് കേറി വരെ. ഇരിക്കട്ടെ. നിനക്ക് അറിഞ്ഞൂടെടാ നിനക്ക്? വനജ ആരെ കൊണ്ടുവരുന്നു? വീണ്ടും വന്നു. വരുവാ ഇങ്ങോട്ട്. വനജ, ഇതാര്? ഇതെന്റെ ഭർത്താവ്. ഇരിക്കണം. എന്റെ പൊന്ന് സാറേ, എന്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരാൻ എന്റെ ബന്ധുവീടൊന്നും അല്ലല്ല ഇത്. ഉത്സവ പറമ്പിൽ കുലുക്കിക്കുത്ത്. ഇങ്ങോട്ട് നീങ്ങിക്കണം. ചാടി കയറി വന്ന ഭർത്താവ് കയറി ഇരിക്കുകയാണ്. കൊള്ളാല്ലടാ, ഒരു കള്ള ലക്ഷണമുണ്ടല്ലേ? കള്ള ലക്ഷണം സാറേ. എന്താണ് നിന്റെ പേര്? ടൈഗർ ബീരു. ടൈഗർ ബാമ? ടൈഗർ ബിനു. എടാ കേട്ടാ, നിസ്സാരം കുലുക്കി കുത്തുന്ന അവന്റെ പേര് വരെ ടൈഗർ ബിനു. നീ വലിയ കുണ്ടല്ലേ, നിന്റെ പേരെന്തോന്ന്? മഞ്ഞക്കിളി. പണിഷ്മെന്റ് 24 മണിക്കൂർ, അതായത് നേരം വെളുക്കുന്നേരം ഇവിടെ ഇരുന്ന് കുലുക്കി കുത്തണം. മനസ്സിലായോ? ഇതൊരു ശിക്ഷ ആയിക്കോട്ടെ. ഇരിടാ. പക്ഷേ ഞാൻ ഇരിക്കാം, കുലുക്കി കുത്താം. ഞാൻ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റേഷൻ നോട്ടൊന്നുമില്ല. ഞാൻ എന്റെ അമ്പലപ്പുറം വന്ന് നോക്കോളൂ. അങ്ങനെയാണ് ഞാൻ കുലുക്കി കുത്താം. സംഭവമാണ്. നീ ആദ്യം ഇരുന്ന് കൊണ്ടും ബാക്കിയൊക്കെ ഞാൻ ചെയ്യടാ. തന്ന ശിക്ഷ ചെയ്യടാ. വെളുക്ക എവിടെ വെയ് രാജാ വെയ്. 1 വെച്ച 2, 2 വെച്ച 4, 4 വെച്ച 8. ആർക്കും വെക്കാം, എങ്ങനെ വെക്കാം, ഏത് പോലീസുകാരനും വെക്കാം. ഇരട്ടിക്കാശി, അമ്മാള് കാലി, ഡയമണ്ട് കാലി. വെയ് രാജാ വെയ്. ഇസ്പേഡ് 100 വെച്ചിരിക്കുന്നു. ഇസ്പേഡ് 100. അമ്മാള് കാലി, ഡയമണ്ട് കാലി. ആർക്കും വെക്കാം, എങ്ങനെ വെക്കാം, ഏത് പോലീസുകാരനും വെക്കാം. Excuse me, 2000 rupees. ആളുകൾ ഇവിടുത്തെ എസ് ഐ വെച്ചേക്കുന്നത് 100 രൂപ. ആ കള്ളം മഞ്ഞക്കിളി വെച്ചേക്കുന്നത് 2000 രൂപ. അമ്മാള് കാലി നോക്കിക്കളി. അമ്മാളുനെ നീ നോക്കണ്ട, നീ കറക്കി അടിക്കാൻ നോക്കി. ഇത് എനിക്ക് അടിക്കത്തുള്ളൂ. ആർക്കും വെക്കാം, എങ്ങനെ വെക്കാം, എങ്ങനെ വെക്കാം. വെയ് രാജാ വെയ്. ഓടിക്കണം, പോലീസ്. ഓ കിഴങ്ങം പോലീസുകാരി തന്നെ. സാറേ പെട്ടെന്ന് സാറവിടെ. പോയില്ലേ? അവന്മാരെ കൈ കിട്ടി ഇടിച്ചില്ലാതായി കളി. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുന്നു. ആരെ കയ്യില്? പോലീസ് വരണമെന്ന് പറഞ്ഞ കേട്ടില്ലേ അവൻ? നമ്മളല്ലേ പോലീസ്. അത് നമ്മളല്ലേ പോലീസ്? അങ്ങനെ ശരിയെന്നല്ല, അട്ടർ ഫെയിലിയർ ആയി പോയി. നാണക്കേടായി. എന്താ സാർ? ഒരു വാക്ക് പറഞ്ഞോടി വനജൻ. ഞാൻ പറഞ്ഞതിന് മുമ്പ് സാർ എടുത്ത് ചാടി ഓടിയില്ലേ? പിന്നല്ലാതെ ഇവിടെ കട്ടമ്പളം കളിച്ചോണ്ട് അങ്ങോട്ട്. അവൻ തന്നെ ആദ്യം ഓടിയത്. ചേടാ, അവൻ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ച നമ്പറാണ് കേട്ടോ. പൈസ എല്ലാം കൊണ്ടുപോയി. കൈതലം കൊണ്ട് അപ്പാടെ പെട്രോൾ അടിക്കാൻ 100 രൂപ വെച്ചിരുന്നു. ഇവിടെ ഇരുന്ന് പിസിലെടുത്ത് ഊതി ആരുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞോ എടാ, നിന്റെ സൈസിനൊത്ത ജോലി ചെയ്താ പോരെ? സൈസിനൊത്ത ജോലി ചെയ്താ പോരെ? ചെന്നിരി കടിച്ചു വന്നാലും നിന്നെ ഞാൻ. വീണ്ടും ദാ വന്നു. ഹലോ, എപ്പോ? എന്താ സാർ വിഷയം? ഭാര്യ അനിയത്തി പ്രസവിച്ചു. അത് നല്ല കാര്യല്ലേ? ചെലവുണ്ട് സാറേ. അതൊന്നും പറ്റില്ല. ഇത് ഇരട്ട പിള്ളേരാണ്. ഡബിൾ ചെലവ്. സാറേ
അതല്ല കാര്യം, എനിക്ക് ഞാൻ വിഷമിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ അതിന് ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷിക്കേണ്ട സമയത്ത് എന്തോ സാറേ വിഷമം? സന്തോഷോ? ഏ? കല്യാണം കഴിയാത്ത പെണ്ണുമ്പിള്ള പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ആരാടാ സന്തോഷിക്കുന്നത്? ഇവ ആര് എവിടെ നിന്ന് പറഞ്ഞത് കൊച്ചി? സാറിന് ആര് പെട്ടെന്ന് പറഞ്ഞേ? അത് ഭാര്യരനിയത്തി. ഭാര്യരാ? ഭാര്യരനിയത്തി. ഇനി സാറിന്റെ പേര് വല്ലതും പറയൂ. അവന്റെ ജമാശ പോലീസുകാരെ കളിക്കാൻ ഷെയറുണ്ടോ? ഞാൻ കളിക്കില്ല സാർ. അയ്യേ, ഒരു സത്യം പറയാൻ പറ്റില്ല. ഷെയർ ഉണ്ടോ? സീരിയസ് ആയിട്ട് ചോദിച്ചത്. ഇത് സീരിയസ് ആയിട്ട് എന്റെ അമ്മ സത്യത്തിൽ ഷെയർ ഉണ്ടാ? ലാസ്റ്റ് ആണ്. ഓ, അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇവിടെ എന്റെ ഷെയർ ഇതെന്തോന്നു? 200 എന്റെ ഷെയർ സാധനം അടിയാൻ ഇവിടെ ഇരുന്ന്. ഒരൊറ്റ കുത്തി തന്നല്ല. ഇതിട്ട് ഷെയർ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. താൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത് എനിക്കൊരു കോൾ വന്നായിരുന്നു. തന്റെ വീട്ടിൽ എന്തെങ്കിലും വസ്തുവകകൾ, എന്തെങ്കിലും ഷെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. ഉണ്ടോ? അവിടെ അളവ് നടക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയും അമ്മച്ചിയും ഒക്കെ കൂടി അവിടെ നടക്കുന്നുണ്ട്. നിന്റെ ഷെയർ ഇപ്പൊ അവർ അളവ് നടക്കും. പെട്ടെന്ന് ഓടിച്ചെല്ലി. പൊന്നെ എന്റെ ഷെയർ. എന്റെ ഷെയർ രാവിലെ പരേഡിന് പോയവനാണ് ഇവിടെ കറങ്ങി തിരിഞ്ഞിട്ട് ദാ വരണം. എവിടെ വരുന്നു? രാവിലെ പറയേണ്ടി പോയാണ് സാർ. രാവിലെ പോയി ഒരു 5-5.5 കിലോമീറ്റർ പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവരാരും പറഞ്ഞില്ല. പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വന്നു സാർ. ആ, കൊള്ളാം. നന്നായിരിക്കുന്നത്. ഒരു ഡ്യൂട്ടി ഉണ്ട്. പറയൂ സാർ. ഈ സ്റ്റേഷനിൽ പുതിയ ആളാണ് കേട്ടാ. ഈ ആളാണ് ശീലമായിക്കോളും. അതെ അതെ. ദേ, ആ നിൽക്കുന്ന പ്രതിയെ നമുക്ക് കോടതിയിൽ ഹാജരാക്കാം. സാർ. ഓക്കെ ഓക്കെ. വാടാ. എന്നെ സമയം കഴിഞ്ഞാലേ ശരിയാവത്തില്ല. എനിക്ക് പണി കിട്ടും. എന്നെ കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നെ കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നെ കൊണ്ടുപോകാതിരിക്കുക. ഇത് നിന്റെ എന്തൊരു ബന്ധു വീടാ? നമ്മൾ ഇത്ര കമ്പനിയൊക്കെ. ആര് കമ്പനി? മഞ്ഞക്കളി പോടാ, ഇറങ്ങി പോടാ. മാമി എന്നെ കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നെ കൊണ്ടുവരുന്നു ഇവിടെ പറഞ്ഞു. പോടാ, നീ പോടാ, ചുമ്മാ പോടാ, ചുമ്മാ ആവശ്യമില്ല. പട്ടിയാ പൂച്ചയാ എന്തോ പെറ്റ് കിടക്കണത് ഇവിടെ. സാറാ? എന്ത് സാറേ? എന്ത്? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോ എന്റെ ചങ്ക് തീർന്നു. പോട്ടെ സാറേ, പോട്ടെ. എന്നാലും സാറിനൊരു പ്രൊമോഷൻ ഉറപ്പാ. സാറിനൊരു പ്രൊമോഷൻ ഉറപ്പാ. എനിക്ക് ഇങ്ങനെ പ്രൊമോഷൻ കിട്ടും. പിടികിട്ടാ പുള്ളിയല്ലേ സാറേ പിടിച്ചു കൊടുത്തേക്കണേ? പിടിയിട്ടാ പുള്ളിയെ ഞാനല്ല പിടിച്ച. അരമണിക്കൂർ തോട്ടത്തിൽ കിടന്നിട്ട് മൽപ്പിടുത്തം നടത്തി. നീയല്ലേ പിടിച്ചത്? അവൻ ആര് പിടിച്ചത്? പിന്നെ ഞാനൊന്നുമല്ല. പിന്നെ ആര് പിടിച്ചത്? അതാരെന്ന് എനിക്കങ്ങനെ അറിയാം. ആ, കൊള്ളാം. ചുമ്മാ അല്ല, അവൻ പോയപ്പോ നിനക്കൊരു വിഷമം. സാറേ, ഷെയറിന്റെ കാര്യം എന്തായി? നന്നായിട്ടുണ്ട് കേട്ടാ. എന്തായി? നല്ല കളിയത്. എന്റെ അടുത്ത് വേണ്ടായിരുന്നു ഈ വേലത്തരം. നല്ല വേലത്തരം. നമ്മൾ ഈ പോലീസുകാർ ഈ സ്റ്റേഷനിൽ നടക്കുക ചെറിയൊരു എൻജോയ്മെന്റ് വേണ്ടേ? നല്ല എൻജോയ്മെന്റ് വേണ്ട. ശത്രുക്കളടുത്ത് പോലും ചെയ്യരുത് കേട്ടാ. ഇവിടെ മഞ്ഞക്കളി ഇവിടെ മഞ്ഞക്കളി പറന്നുപോയി. പറന്നുപോയി. ഞാൻ കണ്ടൊരു പാണ്ടി ലോറി കയറി പറന്നു പോയത്. അതെ, പാണ്ടി ലോറിലൊന്നും കയറത്തില്ല. അത് മറ്റേ കോടതിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ഒരു PC ആയിട്ടാ പോയത് കേട്ടാ. ആര് പറഞ്ഞു? ആ, PC ഞാനാ കൂട്ടി വിട്ടത്. ഞാൻ കണ്ടതല്ലേ. അപ്പൊ മഞ്ഞക്കളി ഒരു പാണ്ടി ലോറിയിൽ കയറി പോണത്. അപ്പൊ ആ PC PC ബാക്കിൽ നിന്ന് പറഞ്ഞു. എന്നാ പിന്നെ പിടിക്കാത്തത്? അതെങ്ങനെ പിടിക്കും? ഈ പാണ്ടി ലോറിയുടെ ബാക്കിൽ നിന്ന് വാടി പിടിക്കണം പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അവ എന്നെ ചാച്ചയും കാണിച്ചിട്ട് ഒറ്റ പോത്ത് ചാടിപ്പോയതാ. ഇത് ചാടാതെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാറിന്റെ കാര്യം തീരുമാനമായി ഏതാണ്ട്. അല്ല, നീ കണ്ട? ഞാൻ കണ്ട. എന്റെ 2 കണ്ടുകൊണ്ട് കണ്ടില്ലേ? അമരത്തില്ല അശോകന്. വനജേ, എന്റെ അടുത്ത് ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഒരു ഉത്തരവാദിത്വം എനിക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ 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 എന്ത് ചെയ്യണമെന്ന് എനിക്ക്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യും? PC സാറിന് നല്ല ടെൻഷൻ ഉണ്ടോ? പിന്നല്ലാതെ. സമയത്ത് ഒരു കാര്യമുണ്ട്. ഒരെണ്ണം വലിക്കണമെന്ന് തോന്നണല്ലേ? എന്റെ പൊന്നെ, ഇപ്പൊ വലിച്ചില്ലേ പിന്നെ എപ്പോ വലിക്കുക? എനിക്കറിയാതൊക്കെ. എന്റെ മനസ്സ് കറക്റ്റായിട്ട് അറിഞ്ഞു. അല്ല, ഈ സമയങ്ങളിലൊക്കെയാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നല്ലേ? ആവശ്യപ്പെടുന്നത്. അയ്യോ, ഇതെന്തോന്ന്? ഇതെന്ത് കറുത്ത ബാറ്? ഈ കറുത്ത ബാർ എന്തോ തന്നാ? രാവിലെ 2-3 പ്രാവശ്യം എനിക്കിട്ടൊരു പണി സാർ ഇങ്ങോട്ട് തന്നാ. ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും തിരിച്ചു തരുമെന്ന്. അതിന് ഈ കറുത്ത ബാർ വെച്ച് ഞാനെന്തോന്ന് ചെയ്യും? സാർ ഇനിയുള്ള കാലേ വലിച്ചോണ്ടിരുന്നാ മതി. മഞ്ഞക്കിളി, ബാക്കി കാക്കി കിളികൾ അടിപൊളിയായിരുന്നു. വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ റീക്രിയേറ്റ് ചെയ്തു. നല്ല രസമുള്ള കുറെ മൊമെന്റ്സ് ആയിരുന്നു. വിനിച്ചേട്ടാ എന്ത് പറയുന്നു?
എന്തായാലും നല്ല അടിപൊളി ഒരു സ്കിറ്റായിരുന്നു. ചില പോലീസുകാരെ നമ്മൾ കാണും, പക്ഷേ അവർ ആ ഔദ്യോഗിക ജീവിതത്തിന് പറ്റിയ ആളുകളായിരിക്കില്ല. പക്ഷെ അവർ പിടിച്ചു നിൽക്കുന്നത് ഇതുപോലത്തെ മീശയിലൊക്കെ അല്ലേ? അതെ അതെ, ചില പോലീസുകാരെ ഭയങ്കര കട്ട മീശ വെച്ചിട്ട് പക്ഷെ അവർ ഭയങ്കര പുലികളായിട്ടുള്ള ആളുകളായിരിക്കും. അതുപോലെ SI സജി മൂങ്ങോട് അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ കോൺസ്റ്റബിൾ കറക്റ്റ് ഒരു കോൺസ്റ്റബിളിൻ്റെ ലുക്കാണ്. അടിപൊളി സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. വളരെ മനോഹരമായി അവതരണത്തിലായാലും സ്കിറ്റിൻ്റെ ത്രെഡിൻ്റെ കാര്യത്തിലായാലും എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ സജി മൂങ്ങോടും ജിതിൻ ബാബയും പേര് ഞാൻ അരുണും ഒക്കെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് നാച്ചുറലായിട്ടാണ് അവരതിനെ കൈകാര്യം ചെയ്തത്. ഇതിൻ്റെ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങും ഒക്കെ ഗംഭീരമായിരുന്നു. പരേഡ് തുടങ്ങിയ മറ്റേ പോലീസുകാരുണ്ടല്ലോ, പരേഡ് സംഗീതം ഗംഭീരമായിരുന്നു കേട്ടോ, സംഗീതം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് നല്ല ആ പരേഡിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പോയത്. ജിതിൻ ബാബ തെക്കോട്ടോ വടക്കോട്ടാണോ പോയത്. അത് കണ്ടപ്പോൾ ഓർത്ത നന്ദി വീണ്ടും വരിക എന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്നുണ്ട് ഇതേപോലെ. അത് ആ സീൻ കണ്ടാൽ ചിരിച്ച് നമ്മൾ ഇടപെടുന്നു. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇതിൽ ഏറ്റവും മികച്ച കോമഡികളിൽ ഒന്നാണത് എന്ന് തോന്നുന്നു. അതിനെ ഒരു നിമിഷം അത് ഓർത്തു. സൂപ്പറായിരുന്നു, എല്ലാം നന്നായിരുന്നു, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു, അടിപൊളി. ഇത്രയും ഒരുപാട് 6 മാസത്തിൽ കൂടുതൽ ഇതുപോലെ സമാധാനമായിട്ട് ചിരിച്ചിട്ട് എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു, നന്നായിരുന്നു. ഓക്കെ ചേട്ടാ, അപ്പോൾ ഓഡിയൻസിനോട് തന്നെ ചോദിക്കുകയാണ്, ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഈ പെർഫോമൻസിന് നിങ്ങൾക്ക് ഓഡിയൻസ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസ് ചേട്ടനെയും ബിനി ചേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് എത്തുന്നു അനു പത്തനാപുരം. അനു, നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? വിശേഷം, ആദ്യമായിട്ടാണ് ചാനൽ പ്രോഗ്രാമിലോട്ട് വരുന്നത്. കൺഗ്രാജുലേഷൻസ്. ഏറ്റവും വലിയ വിശേഷം. അതൊക്കെ ഐശ്വര്യം ആവട്ടെ. തീർച്ചയായിട്ടും അനുഗ്രഹമായി മാറട്ടെ. എന്താണ് കരുതിയിരിക്കുന്നത് കയ്യില്? കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം, ന്യൂ ജനറേഷൻ താരങ്ങളുടെ ശബ്ദം. ശരി, നോക്കാം. ആദ്യമായിട്ട് യൂത്ത് ഐക്കൺ പൃഥ്വിരാജിന്റെ വോയിസ്, എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ വോയിസ്. ഇനി ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അങ്ങ് അറബിക്കടല, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയെന്ന് പറഞ്ഞാലും എരുവഴിഞ്ഞപ്പോൾ അറബിക്കടൽ എത്തുക തന്നെ ചെയ്യും. എരുവഴിഞ്ഞ അറബിക്കടലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളത്. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. സാഹിബ് ഉണ്ടാക്കിയതൊന്നും എനിക്ക് വേണം. വെല്യം വരെ പറ്റാത്ത മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ സാഹിബിന്റെ മയ്യത്ത് കെട്ടിലൊരറ്റം അത് ഈ തോളത്ത് തന്നെ ആയിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പാന്ന് ഒരാളെ വിളിച്ചിട്ടുള്ളൂ. ഓ, ബ്രില്യന്റ്, ഗംഭീരായി. നമ്മളെ തുടക്കം പൊളിച്ചു. അപ്പൊ ഇനി എന്താണ് അടുത്തത്? ജയറാമേട്ടന്റെ വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിൽ എല്ലാവർക്കും പരിചിതമായ ഒരു വോയിസ് ചെയ്യാം. അയ്യോ എന്റെ പൊന്നോ, ഇത് ആരൊക്കെ ഈ വന്നിരിക്കുന്നത്? അമ്മാവാ ചിരിപ്പിക്കല്ലേ. എന്നും കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്നൊരു ചേഞ്ച് ആവാം, ഐസ്ക്രീം പാർലറിൽ പോകാം, സിനിമ കാണാൻ പോകാം. അയ്യോ അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോ, ശാപം. നന്നായിരുന്നു അനു. ഇനി എന്താണ് അടുത്തതായിട്ട് യൂത്ത് ഐക്കൺ ദുൽഖർ സൽമാൻ, മകൻ ദുൽഖർ സൽമാന്റെ വോയിസ്. മഹാരാജാക്കുള്ള പഴയ കേസിക്കാരനായിരുന്നു. അന്നത്തെ SFI പിള്ളേർ ഇടി അവസാനത്തേതാണ് കരുതൽ. ബസ്സിന് കല്ലെറിഞ്ഞും പോസ്റ്റ് അടിഞ്ഞ് നടക്കുന്ന ഒരുപാട് പിള്ളേരാണ് നമ്മുടെ നാട്ടിൽ. കയ്യിലൊരൊറ്റ പൈസ കാണത്തില്ല.
പക്ഷെ അവരൊരിക്കലും ചതിക്കില്ല, വഴിയിലിട്ടു പോകത്തുമില്ല. സാറാ മേരി കുര്യൻ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ. ദുൽഖർ ഇവിടെ വന്ന് നിന്നൊരു ഫീലായിരുന്നു കേട്ടാ. താങ്ക് യു. പൊളിച്ചു. അടുത്തതായി തമിഴകത്തെ 2-3 താരങ്ങളെ, തമിഴകത്തെ താരങ്ങൾ സൂപ്പർ താരങ്ങളെയാണ് ചെയ്യുന്നത്. ആദ്യമായി ഇളയ തളപതി വിജയുടെ അദ്ദേഹത്തിന്റെ തെറി എന്ന ചിത്രത്തിലെ ഓക്കെ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, how I wonder what you are. வருமானமாமல்ல, நீ வில்லத்தனம் பண்ணணும்னா உனக்கு 4 அடியாளங்க வேணும், 2 அள்ள கைங்க. ஆனா எனக்கு இது எதுவுமே தேவையில்லை. உன்னை சிங்கிளாக சீரியஸ் ஆகிட்டு போய்க்கின்னு அப்படி துப்பாக்கி எடுத்து டப்பு டப்புன்னு சுட்டு தள்ளிட்டு யார சுட்டதுன்னு நானே தனி இப்படி அமைச்சு தேடிக்கிட்டு இருப்பேன். எனக்கு நிறைய வேலை இருக்குது, உன்னை விட புரிய வில்லங்கள் இருக்காங்க. அடுத்த சூப்பர் தாரம் அஞ்சான் சூர்யா. സൂര്യ. சிறதா வேடு சத்த கேட்ட உடனே வயது பறக்கிறது டாடா புறா நரைச்சியா இது தானபா இறைய தூக்கிட்டு போற கழுகுடா. நீ சவுடால தாத்தா முடிவு பண்ணோம், தாஸ் சவுடால தாத்தா முடிவு பண்ணோம். நீ தானபா இல்ல, ஓ கால் தரல படல, நீ தானபா இல்ல. அப்புறம் வந்து சொல். താങ്ക് യു. ബ്രില്യന്റ്. താങ്ക് യു. ഒരു രക്ഷയില്ലായിരുന്നു. കഴിഞ്ഞോ? ഇനി തമിഴകത്തെ സൂപ്പർ താരം ആ அஜித் குமார். Okay, தலா. தலா. അദ്ദേഹത്തിന്റെ உயிர் ரொம்ப சந்தோஷமா இருக்கு, ரொம்ப பெருமையா இருக்கு. நான் அன்னைக்கே சொன்னேன்ல, உட்காந்து வேலை வாங்குறவனுக்கும் தன்னை ஒரு பனை வச்சு வேலை செய்யணுக்கும் ரொம்ப வித்தியாசம் இருக்கும். என்ன நான் சொல்றது, தெறிக்க விடலாமா, தெறிக்க விடலாமா? താങ്ക് യു. അടുത്തതായിട്ട് 4 സിനിമാ താരങ്ങൾ ചേർന്ന ഒരു സ്പോട്ട് ഡബാണ് സിനിമയിലെ ഒരു സീക്വൻസ് ഇട്ട് അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിൽ സീൻ ഇവിടെ പ്ലേ ഓക്കെ. അപ്പൊ 4 പേരുടെയും ശബ്ദം സ്പോട്ട് ഡബ് ചെയ്യാൻ Spot പോവാണ്. dubbing ചെയ്യാം. ഓ ഒറ്റ വെരി scene ഗുഡ് ല്. വെരി ഗുഡ്. ഓക്കെ ശരി നോക്കാം. അച്ഛാ, എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? 1-2 കൊല്ലാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങനെ കിടന്നാൽ പോരായിരുന്ന? ഇവിടെയാവുമ്പോൾ TV ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ ഇന്നറിയാം. ഇതാണോ ദീപ്തി? ഞാൻ എന്തോണി? ഷർട്ട് ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ചക്കോളറിൽ ചുവന്നുമത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനല്ലേ പറഞ്ഞത്? കളപതി പച്ചക്കോളി ചുവന്ന മുട്ട ഇല്ലാത്ത പെൺപിള്ളേരെ കണ്ടിട്ടാ കിളവൻ്റെ ഇലക്കം. എടാ, നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ ആശുപത്രിയിൽ പാർട്ടി പേര് ഇടൂടാ? എന്താ ഇങ്ങനെ? എൻ്റെ അമ്മയുടെ ഐസിലുണ്ട്, ക്രിട്ടിക്കല, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. സോറി അളിയ, ഇതിലും ഭേദം നിന്റെ അച്ഛനാ. അനു പൊളിച്ചടുക്കി, ബ്രില്യന്റ്. അപ്പം ആദ്യത്തെ വരവാണെന്ന് പറഞ്ഞു ചാനലില്. എന്തായാലും ആദ്യത്തെ വരവ് ഒരു 1.5 വരവായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. വിനിച്ചേട്ടാ, നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നതിനാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം പകരം വയ്ക്കാനില്ലാത്ത കലാകാരന്മാരായ ദാസേട്ടൻ, രവീന്ദ്രൻ മാഷ്, ആബേലച്ചൻ, അങ്ങനെ ഒരു 100 കണക്കിന്, ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ 100 കണക്കിന് കലാകാരന്മാർ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അല്ലാതെയും വന്ന് എക്സ്പീരിയൻസ് ഉള്ള കലാകാരന്മാർ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിന് ആദ്യം തന്നെ നമ്മുടെ ഭാഗ്യം. പിന്നെ ഈ ഫ്ലോറിൽ വന്നിട്ട് 100-ൽ 100 എന്ന് പറയാൻ പറ്റുന്ന ഒരു കലാകാരൻ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, പക്ഷെ ചെയ്തതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി. അസാമാന്യ പ്രകടനമായിരുന്നു അനുരാഗ്. ചേട്ടാ, അത്ഭുതപ്പെടുത്തിയത് ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിൽ പരിപാടി ചെയ്യുക എന്നുള്ള
ആ ഡയലോഗാണ് എന്നെ factor, yeah. അത്ഭുതപ്പെടുത്തിയത്. കാരണം ആ പറഞ്ഞിട്ട് ചെയ്തതെല്ലാം എന്താണ് ഏറ്റവും മികവുറ്റ രീതിയിലാണ് എല്ലാ സിനിമാ താരങ്ങളെയും അവതരിപ്പിച്ചത്. എന്നെ ഏറ്റവും ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലിപ്പ് കാണുമ്പോൾ നമ്മളെ കലിംഗ ശശിചേട്ടനിൽ ആ സീൻ അവസാനിക്കുമെന്ന് വിചാരിച്ചു. ഏറ്റവും ലാസ്റ്റിൽ പിഷാരടിയിൽ വരെ എത്തി. അത് വളരെ അതെല്ലാം എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അടിപൊളി, സൂപ്പർ. ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. താങ്ക് യു. ഓക്കെ, അതിപ്പോ ഹാപ്പി അല്ലേ? തീർച്ചയായും അപ്പൊ നമ്മുടെ ഗണപതിക്ക് വെച്ചത് ഗംഭീരായി. ഗണപതി എന്റെ ഇഷ്ടദൈവമാണ്. ആണോ? അത് വിളിച്ചോണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന് മനസ്സിലായി. സോ വെരി ഗുഡ്. തന്നെയല്ല, ഗണപതിനെ പോലുള്ള രണ്ടുപേരെ അവിടെ ഇരിക്കുന്നു നിങ്ങളുടെ. അപ്പൊ അത് കൂടുതൽ ഭംഗിയായി. അതും വയറിന്റെ കാര്യത്തിൽ മാത്രം. അത് തന്നെ. ഓക്കെ, അപ്പൊ അനു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇനി ഒരുപാട് സ്റ്റേജുകളിൽ വെച്ച് കണ്ടുമുട്ടാം. താങ്ക് യു. താങ്ക് യു. ഹായ് ഉല്ലാസ്, how are you? ഫൈൻ സർ. Okay, thank you. ഫൈൻ ഫൈൻ. Fine. മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല, ഇല്ല. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. ഒരു VIP കയറി വരുമ്പോൾ അവൻ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ലിസ്റ്റിൽ ആകുകയാണ്. ആണല്ലേ? അതെ. അല്ല, മനസ്സിലായില്ല, അതുകൊണ്ട് അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോഴും നിങ്ങൾ മൈനസ് ലിസ്റ്റിലാണ്. പക്ഷെ കുട്ടി പ്ലസ് പോസിറ്റീവ്. ഓക്കെ, ഞാനും താനും പോസിറ്റീവ്. ഓക്കെ, താൻ മാത്രം മൈനസ്. അതാണ്. അത് പോട്ടെ, എനിക്ക് വിഷയമല്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സർ. ഈ പൂവിന്റെ ഫ്രണ്ടിലുള്ള ഇരിപ്പൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് വണ്ടോ തേനീച്ചയോ വല്ലതും വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഈ പൂവിനെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? പൂവിനെ വേദനിക്കും. പിന്നെ പൂവിന് വേദനിക്കും. പാടിയത് കേട്ടിട്ടില്ലേ? ഇല്ല. ഏത് പാട്ടാണെന്ന് അറിയില്ലേ? പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. അത് വേദന ഉണ്ടായിട്ടില്ല അങ്ങനെ എഴുതി പാടിയത്. മനസ്സിലായില്ലേ? അല്ല, അതെല്ലാം പോട്ടെ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതെ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ഇവിടെ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സർ. ചെക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ ഓക്കെ ആക്കാം. സാറേ, അതല്ലേ സാറേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും ആളെ അങ്ങ് പിടുത്തം. സോറി കേട്ടോ. എന്താണ് പെട്ടെന്നേ ഈ ചാനലിന്റെ ആളാണ് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോറി സോറി സോറി. കണ്ടുപിടിച്ചു അല്ലേ? കോമഡി സ്കിറ്റ് ഒക്കെ കളിക്കില്ലേ? അതെ, അത് ഞാൻ കളിക്കണോ? ഇവിടെ വേറെ ആരല്ലേ? അതല്ല സാറേ, പിന്നെ ഇവിടെ കോമഡി സ്കിറ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ കളിക്കുമ്പോൾ അവർക്ക് പൊന്നാന കൊടുക്കുന്നല്ലോ, തങ്കത്തിൽ പൊതിഞ്ഞ. പൊന്നാന അല്ല, പിന്നെ ചേന കൊടുക്കണോ? ആനെ മറ്റേ ചേനയാക്കണം. ചൊറിയുന്ന വർത്താനം പറയരുത്, അല്ലാതെ പറയൂ. അതല്ല സാറേ, പിന്നെ അത് ഈ പൊന്നാന കൊടുക്കുന്നല്ലോ തങ്കത്തിൽ പൊതിഞ്ഞ, അത് മൊത്തത്തിൽ അങ്ങ് സ്വർണ്ണമാക്കി കൊടുക്കാൻ പാടില്ല. ചെയ്യാലോ, നമുക്ക് ചെയ്യാലോ. ഞാൻ നിങ്ങളുടെ കൂടില്ലേ? എന്ത് വെറൈറ്റി വേണമെങ്കിൽ, എന്ത് കാര്യങ്ങളും, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാര്യം ചെയ്യുമ്പോൾ, ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വേണ്ടേ? വേണോ? ഞങ്ങളിപ്പോ സാറിന് എന്ത് സഹായം ചെയ്യാം? എനിക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് ഒന്നുമില്ല. ഒരു നിസ്സാര കാര്യം. എനിക്ക് ഈ ചാനലിൽ ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം, അതായത് എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ളൊരു സംഭവം ഒന്ന് ഒരു ഇന്റർവ്യൂ വേണം. ഈ ചാനലിൽ സാറിന് എന്തിനാ ഇന്റർവ്യൂ? സാറ് ഈ ചാനലിലെ ആളല്ലേ? അത് ഞാൻ പറഞ്ഞു ചാനലിലെ ആളാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തലയെ കയറ്റി വെച്ചതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, അപ്പം ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതാ ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൊടി പിടിക്കാം. നമുക്ക് കൊടി പിടിക്കാന്നേ. നമ്മള് മലയാളികളല്ലേ? ശമ്പളം ഇല്ലെങ്കിൽ നമുക്ക് കൊടി പിടിക്കും. വേറെ വിഷയങ്ങളൊന്നും അതിൽ കൂടെ നിൽക്കാം. പാറ്റയിടാനുള്ള പരിപാടിയാണ്. എന്താണ്? അല്ല, ഉള്ള കഞ്ഞി പാറ്റയിടാൻ വന്നാണല്ലേ എന്ന് പറഞ്ഞതാ. ഈ വെള്ളപ്പാറ്റ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പാറ്റയുടെ കാര്യമേ പറയത്തുള്ളൂ. അല്ല, ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനുള്ള എന്ത് കഴിവാണ് നിങ്ങൾക്ക്? ഞാൻ ഒരു ഭിക്ഷാകുരനാണ്. ഭിക്ഷക്കുരങ്ങനോ? അതല്ലെന്ന്, ഞാൻ വിഷവൈദ്യനാണ്. ഹൈടെക് വിഷവൈദ്യനാണ് ഞാൻ. അപ്പൊ അതിനെ പറ്റി എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ ഇടാമെങ്കിൽ എനിക്ക് അത് വെച്ച് ഇങ്ങനെ കയറി പോകാമല്ലോ. എന്ത് വിഷയത്തിനെ കുറിച്ചാണ്? ഞാൻ പാമ്പുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു പാമ്പിന്റെ കളിത്തോഴനാണ് ഞാൻ. അയ്യോ, അല്ലെന്ന്, വിഷവൈദ്യനാണ്. മച്ച മലയാളത്തിൽ പറഞ്ഞ വിഷവൈദ്യനാണ്. ഒരു ഹൈടെക് നമ്മൾ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. അതെ, ഞങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ വേണൊരു ഹെൽപ്പ് ചെയ്തു തരാം. കോർഡിനേറ്റർ ബിജു ഉണ്ട്. ബിജുവിനോട് ബിജു പുള്ളിയോട് പറഞ്ഞാൽ മതി, പുള്ളി അതിനുള്ള സൗകര്യം ചെയ്തു തരും. എന്താ പ്രശ്നം? എന്താ ആരാ? അതെ, ഞാൻ ഒരു ഹൈടെക് വിഷവൈദ്യനാണ്. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഈ ബിടെക് കഴിഞ്ഞ് ഹൈടെക്കിലോട്ട് കയറിയാണ്? അല്ലല്ല, ഞാൻ നേരിട്ട് ഹൈടെക്കിലേക്ക് പോയതാണ്. ആണല്ലേ? അതെ.
ചാനൽ എന്താ നമുക്ക് അവസരത്തിന് വേണ്ടി വന്നു? അവസരം എനിക്കൊരു ഇന്റർവ്യൂ അത്ര അല്ല, അവസരം കൊടുക്കുക. ഇപ്പൊ പാമ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം താല്പര്യം. അതാണ് മനസ്സിലാക്കും. അപ്പൊ ഹൈടെക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ വിഷ രീതികൾ? ഹൈടെക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ വിഷവൈദ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഹൈടെക് രീതി എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ സാധാരണ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങൾ അങ്ങനല്ല. ഞങ്ങളൊരു മെയിൽ അയക്കും പാമ്പിന്. അപ്പൊ പാമ്പിങ് വരും. എന്നിട്ട് ആ പാമ്പിനെ കൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ കടിപ്പിക്കും. എന്നിട്ട് അപ്പൊ ആ പാമ്പിന് വിഷമുള്ളോ ഉണ്ടോ ഇല്ലയോ നമുക്കറിയാമല്ലോ. അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ ആ പാമ്പിന് വിഷം ഉണ്ടെങ്കിൽ ആദ്യം പാമ്പിന് ഒരു സർജറി, പാമ്പിന്റെ വിഷം കളയും, എന്നിട്ട് നിങ്ങളെ ചികിത്സിക്കും. പിന്നെ അങ്ങനെ സുഖകരമായ ആ ചികിത്സ കഴിയുമ്പോൾ നമ്മൾ ഈ പാമ്പും നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. അതെന്തിനാ? അപ്പൊ അങ്ങനെ വേണം. അതാകുമ്പോ പിന്നെ ഈ പാമ്പ് കടിക്കാൻ വന്നാൽ നമുക്കറിയാലോ. ഈ ലിങ്ക് ചെയ്ത് നോക്കിയാൽ പോരെ അവൻ എവിടെ താമസിക്കുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് ലിങ്ക് ചെയ്താൽ നമുക്ക് ഈ ടക്ക് 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 അറിയാൻ പറ്റും. ഉല്ലാസേ, നിസ്സാര ആളല്ലേ? അതാണ് അത് ഇങ്ങനത്തെ ഈ യുഗത്തിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ പഴയ വൈദ്യന്മാരെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. മനസ്സിലാക്കും. കാരണം ചാനലിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ പാമ്പിനെ കുറിച്ച് കാണാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ബാബച്ചിയൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് ഭയങ്കര പ്രേക്ഷകരില്ലേ? ബാബച്ചി നമ്മുടെ പരിപാടിക്കൊക്കെ ചോദിക്കട്ടെ, എനിക്ക് പാമ്പിനെ കൊണ്ട് പണ്ടോട്ടെ ഭയങ്കര സംശയങ്ങളും. അതെ. അപ്പൊ നമ്മുടെ ചാനലിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടോ ഞങ്ങൾ ആദ്യം അറിയണം. നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. അല്ല, ഞങ്ങൾക്ക് ഇതിന്റെ പ്രമോ ഒക്കെ വിടണം. ഈ പാമ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾ എടുക്കാൻ പറ്റൂ. ആയിക്കോട്ടെ, എന്തിനും ഞാൻ തയ്യാറാണ്. നമ്മുടെ ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങൾ നമ്മൾ ചോദിക്കാം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് ഈ പണ്ടുതൊട്ടേ കാരണവന്മാർ പറയുന്നുണ്ട് പാമ്പിന് 100 പാലും കൊടുക്കുക, 100 പാലും കൊടുക്കുക. അതെ. എന്താണ് ഈ 100 പാലും കൊടുക്കുക എന്നുള്ളൊരു സംഭവം? അത് നമുക്ക് 100 പാലും കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി പോലിരിക്കും. ചിലർ 100 പാലും കൊടുക്കും, ചിലർ 50 പാലും കൊടുക്കും, ചിലർ 25 കടുങ്കാപ്പി ഇട്ട് കൊടുക്കും, ചിലർ പറയും ഇന്ന് പോ നാളെ വാ, അങ്ങനെ പറഞ്ഞു വിടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ സാമ്പത്തികം പോലിരിക്കും. ഈ പാമ്പിന് സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംഗീതമായിട്ട് അങ്ങനെ ബന്ധം പാമ്പിനില്ല. ആര് പറഞ്ഞു പാമ്പിന് സംഗീതമായിട്ട് ബന്ധമില്ലെന്ന്? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ, മകുടി ഊതുമ്പോൾ പാമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ ഒരു താളത്തിൽ. അത് മകുടി ഊതുന്ന ശബ്ദം കേട്ടൊന്നും അല്ല. അത് ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോ അതനുസരിച്ച് ഇങ്ങനെ പോകുന്ന. അല്ല, പാമ്പിന് സംഗീതമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്. പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ പിന്നെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. വേറൊരെണ്ണം. പാമ്പും വയമ്പും നാവിൽ തൂകും വാനം പാടി. ഒന്ന് പോടാ അവിടുന്ന്. എന്ത് അവസരം തരാം, പറയൂ. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വലിയൊരു കാര്യം അറിയാൻ വേണ്ടി പറഞ്ഞോളൂ. നമ്മളിപ്പോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട്, അത് ഓഡിയൻസിന്റെ ഒരു ബോധവൽക്കരണമായിരിക്കും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പാമ്പ് കടിക്കുന്നതിന് തൊട്ട് മുകളിൽ ഒരു കെട്ട് കെട്ടണം. അത് ഇവിടെ കടിച്ചാൽ ഇവിടെ കെട്ടണം, അവിടെ കെട്ടണം. എന്നിട്ട് ബ്ലേഡ് വെച്ച് പൊന്തി വിടണം. അപ്പൊ നമ്മൾ മുട്ട കടിച്ചാലോ? മുട്ട കടിച്ചാൽ തുടയെ കെട്ടണം, തുടയെ കെട്ടണം. അപ്പൊ യാദൃശ്യമായിട്ട് തുടയില കടിക്കുന്നെങ്കിലും അതപ്പോ നമ്മൾ വയറിലൊരു കെട്ട് കെട്ടണം, വയറ് കെട്ടണം. അപ്പത്തിന് പോകും. ചില മൂർഖൻ പാമ്പ് ഇങ്ങനെ വാലെ കുത്തി കുത്താറുണ്ട്. അങ്ങനെയുള്ള മൂർഖൻ പാമ്പ് നമ്മുടെ വയറെ കുത്തിയാലോ? നമ്മൾ ഈ ചെസ്റ്റിൽ നെഞ്ചിൽ കെട്ടണം. ആണല്ലേ? അതെ. അങ്ങനെ നമ്മുടെ കഴുത്തിന്റെ ഇവിടെ പാമ്പ് കൊത്തുവാണ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ 2 കെട്ട് കെട്ടണം. അതെന്തിനാ? ഒന്ന് ഇങ്ങനെ ഒരു കെട്ടും കെട്ടണം, പിന്നെ പെരുവരിൽ കെട്ടി ഒരു കെട്ടും കെട്ടണം. അപ്പൊ ഓക്കെ ആവും, ഒന്നും അറിയത്തില്ല. വേറെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചോദിക്കണം ഈ പാമ്പിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവരുമോ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ? അത് ഞങ്ങൾ കൊണ്ടുവരും. താങ്കൾ പാമ്പിനെ പിടിച്ചോണ്ട് വരുമോ? ഞാൻ പാമ്പിനെ പിടിച്ചാൽ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരുന്നത്? ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ എന്തിനാ ഇവിടുത്തെ തമിഴ്നാട്ടിൽ ഇപ്പൊ സീരിയലിൽ മൊത്തം പാമ്പാണ്. കൊണ്ടുകൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇനി ആൾക്കാർക്ക് അറിയേണ്ട എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ഇരുതല മൂരിക്ക് 2 വായ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഒരു വായേ വർക്ക് ചെയ്യുള്ളൂ. അതിന്റെ യഥാർത്ഥ വാ, അതായത് ഇരുതല മൂരിയുടെ യഥാർത്ഥ വായ എങ്ങനെ അറിയാൻ പറ്റും എന്ന് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയുണ്ട്. അതേ ഉള്ളൂ. അത് നിസ്സാര കേസാണ്. നമ്മൾ ഇരുതല മൂരിയെ പിടിക്കുക, പിടിച്ചു കൊടുത്തൊരു ഡെസ്കിന് മേളിൽ ഇടുക, എന്നിട്ട് സൂക്ഷിച്ച് നോക്കണം. അപ്പുറവും ഇപ്പുറം നോക്കണം. നമുക്ക് മനസ്സിലാവില്ല തല ഏതാണെന്ന്, നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ആ വയറിന്റെ ഭാഗത്ത് ചെറുതായി നിക്കിലിട്ട് കൊടുക്കണം. അപ്പൊ ചിരിക്കുന്ന ഭാഗം തല, ചിരിക്കുന്ന ഭാഗം വേറൊരു ഭാഗം. അപ്പൊ നമുക്കൊരു പ്രമോ വിടണതിന് വേണ്ടി, അതായത് നമുക്കിവിടെ ഒരു 10-40 അടി പൊക്കമുള്ള വലിയൊരു ഗ്ലാസിന്റെ കൂട് ഇവിടെ കൊണ്ടുപോകും. ഗ്ലാസിന്റെ കൂട് വെക്കും. അതിന്റെ അകത്തേക്ക് നമ്മളൊരു 100-100 വിഷപ്പാമ്പിനെ ഇടും. എന്നിട്ട് സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. പിന്നെ പ്രേക്ഷകർ കാണത്തില്ല. പിന്നെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ഏടി വെച്ച് ഈ കൂടിന്റെ അകത്ത് കയറണം. പാമ്പും കൂടിനകത്ത് കയറണം. 100 പരം പാമ്പുകളുടെ ഇടയിലേക്ക് കൂടിനകത്ത് കയറണം. എന്നിട്ട് ഈ പാമ്പിനെ പയ്യെ വകഞ്ഞു മാറ്റി അതിലേറ്റവും വിഷമുള്ള 8 അടി മൂർഖനെ എടുത്ത് കഴുത്തിൽ പിടിച്ച് പൊക്കിയിട്ട് പറയണം,
ദേ ഞാൻ വരുന്നു. ഇതാണ് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള പാർക്ക്. 8 അടി മൂർഖൻ. ഞാൻ വരുന്നു 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 എന്ന് പറയണം. അപ്പൊ ആൾക്കാർ കാണാനിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെ ആകുമ്പം എനിക്ക് 2 തുണിക്കഷ്ണം കൂടി ഇട്ട് തരണം അതിനകത്ത്. അതെന്തിനാ? അല്ല, നമ്മൾ ആദ്യം വന്നൊരു കെട്ടുണ്ടല്ലോ, ഈ കെട്ട്, ആ കെട്ടൂടെ കെട്ടി ഞാൻ അതിനകത്ത് കിടക്കാം. അതിനകത്തോട് ആരും ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. ഒഴിവാക്കരുത്. നിങ്ങൾക്ക് പ്രശസ്തനാകട്ടെ. എനിക്ക് പ്രശ്നത്തിനാവണം. അതെന്ത് ശരിയാകുന്നെ? എന്റെ ജീവൻ എന്നുള്ള പ്രശ്നം എനിക്ക് വേണ്ട. അയ്യേ, ഷൂട്ട് ചെയ്യണമെന്ന്. ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ ഫ്ലെക്സ് എടുത്ത് അടിച്ചു വെച്ചാൽ ഫ്ലെക്സ് ഷൂട്ട് ചെയ്ത് ഞാൻ ഫ്ലെക്സ് വെച്ചാൽ ഷൂട്ട് ചെയ്ത് വെക്കാം. ഇത് പ്രേക്ഷകരല്ല ഷൂട്ട് ചെയ്ത് ഒന്നും മാറണോ മനുഷ്യ അവിടുന്ന്? എന്നെ കൊല്ലാനായിട്ട് ഉല്ലാസം പറ. ഷൂട്ട് ചെയ്ത് കൂട്ടി കയറി കിടക്കാൻ ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ട് പോകുന്നത്. എനിക്കൊരു ഷൂട്ടും വേണ്ട. പ്രേക്ഷകരെ എനിക്ക് 2 മക്കളുണ്ടാ. ഇത് പറയുന്നത് കേൾക്കണം. അമ്മേ പറയുന്ന കേട്ടോ അമ്മേ, പാമ്പും കുട്ടി ഞാൻ കിടക്കാൻ. അമ്മ പ്രേക്ഷകര് കാണാനായിട്ട്. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയും കാഴ്ചകളുമായി നമുക്ക് കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.